മിനിഞ്ഞാന്ന് നടന്ന നമ്മുടെ സമസ്ത സമ്മേളനം കാസർഗോഡ് കുന്നിൽ നടന്നപ്പോ അവിടെ ശംസുൽ ഉലമയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി. ശംസുൽ ഉലമയുടെ ആത്മീയ നിയന്ത്രണങ്ങൾ ഉണ്ടായി. വെളിവായി. കാരണം ശംസുൽ ഉലമ ലോകത്ത് പഠിപ്പിച്ച ആദർശങ്ങളിൽ അതിന്റെ അടിത്തറ മശായിഖുമായുള്ള ബന്ധമായിരുന്നു. ആ ബന്ധത്തിന്റെ വഴികൾ മുഖ്യ പ്രഭാഷണം നടത്തിയ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ വളരെ കൃത്യമായി അതിന്റെ വഴികളിലൂടെ വെറും കർമ്മശാസ്ത്ര പഠനം കൊണ്ട് പോരാ എന്ന് കൃത്യമാക്കുകയുണ്ടായി. അതാ ഞാൻ പറഞ്ഞു, ഈ പശ്ചാത്തലത്തിൽ നമുക്ക് 100ാം വാർഷികത്തിന്റെ സന്ദേശമെന്ത്, അതിലെ മുഖ്യ പ്രഭാഷകൻ പറഞ്ഞ പ്രധാനപ്പെട്ട വസ്തുത എന്ത് എന്ന് നമ്മൾ പഠിക്കണം. അത് പഠന വിധേയമാക്കണം. അത് ഇ കെ ഉസ്താദിന്റെ ഒരു കറാമത്തായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇ കെ ഉസ്താദിന്റെ ഇടപെടലുകൾ അസ്ഹാബുൽ വക്തുകളായ മഹാന്മാരിലൂടെ സംഭവിക്കുമ്പോ തീർച്ചയായും അതിന്റെ ഫലം ഇവിടെ വ്യക്തം. ഞാനേ അത്ഭുതപ്പെട്ടു പോയി. ആരായി പറയുന്ന കാര്യങ്ങള്? നൗഷാദ്. മിനിഞ്ഞാന്ന് നടന്ന നമ്മുടെ സമസ്ത സമ്മേളനം ഇവൻ ഒരു സമസ്തയിലും ഇല്ല, എന്നിട്ടാണ് മിനിഞ്ഞാന്ന് നടന്നിട്ട് അതിന് തേനൊലിപ്പിച്ചുകൊണ്ട് ഇറക്കുന്നത്. ഇപ്പൊ ഒരുപാട് കാലം ഇരു വിഭാഗം സമസ്തയെ കുറ്റപ്പെടുന്ന ആളാണ്. നമുക്കറിയാലോ, ആദ്യം എ പി വിഭാഗത്തിന്റെ ഒപ്പം, പിന്നീട് ഇ കെ വിഭാഗം മുഷാവറ വലിയ രീതിയിൽ സ്വീകരണം കൊടുത്തിരുന്നു. എനിക്ക് മോലത്ത് കണ്ട് പോയി. പിന്നെ ആ പോയാലും വലിയ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നത് എന്തിനാവോ, അവന്റെ കയ്യിലിരിപ്പുകാരനാണ്. എന്തായാലും മോല അവിടെ സ്ഥാനം കൊടുത്തില്ല, അങ്ങോട്ട് പിന്നെയും തിരിച്ചു വന്ന് നോക്കി. അപ്പൊ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ബടി മെയിൻ ചെയ്തില്ല. അപ്പൊ ഒന്നുമല്ലാത്തൊരവസ്ഥയിലായി. അതിലൊരു കള്ളത്തൊരികത്തുകാരനൊപ്പം കൂടിയിട്ട് അങ്ങനെ നടക്കാണ്. ഇപ്പോഴും ആദ്യം മോചനം എനിക്ക് കിട്ടിയിട്ടില്ല. കണ്ടോടത്ത് മുഴുവൻ കറങ്ങി തിരിഞ്ഞ് നടക്കുക. ലാസ്റ്റ് സംഖ്യകളെ മൂട് താങ്ങാനും ഓൻ പോയി. അവിടെ ഇപ്പൊ രക്ഷയില്ല. ഇപ്പൊ അതാ പുതിയ ഉടായിപ്പോയിട്ട് വന്നിക്കുക. അപ്പൊ പാണക്കാട് സാധിക്കല് ശിഹാബ് തങ്ങളെ പ്രസംഗം എടുത്തിട്ട് അത് കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ കാര്യം പറഞ്ഞു നിൽക്കുക. അപ്പൊ 2 ഗുണം എനിക്ക് അത് കരുതിയിട്ടാവും വരുന്നത്. ഒന്ന്, ആ പാണക്കാട് തങ്ങന്മാരെ അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ ഇവനങ്ങോട്ട് പൊന്തിച്ചു വെക്കും. അതുപോലെ തന്നെ പിന്നെ കോമാടന്റെ കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നാല് കോമാടനെ ഒരു ഔലിയാക്കിയിട്ട് പ്രഖ്യാപിക്കും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കാണത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം, ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് ഇവ എന്താ പറയണമെന്നുള്ളത്. കേട്ടോളൂ. സ്വാദിഖ് അലി തങ്ങളുടെ ആ പ്രധാനപ്പെട്ട കേൾക്കുവാൻ കഴിഞ്ഞു. തസവുഫും ഫിഖ്ഹും രണ്ടും ചേർന്ന്, രണ്ടും സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഫാഖിഹാണ്, അതോടൊപ്പം സൂഫിയാണ്. നമ്മുടെ പണ്ഡിത കേരളത്തിൽ നമുക്ക് നൽകിയ ശ്രേഷ്ഠ പണ്ഡിതന്മാരുടെ ജീവിതം അതായിരുന്നു. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് എന്താ പറഞ്ഞു കൊടുക്കുന്നത്? കർമ്മശാസ്ത്ര പണ്ഡിതനാകുന്നതോടൊപ്പം കാലഘട്ടത്തിലെ സൂഫി മശായിഖുമായുള്ള ബന്ധം അനിവാര്യമാണ്. അതാണ് സമസ്തയുടെ പാരമ്പര്യം. കാലഘട്ടത്തിലെ സൂഫി മശായിഖുമായിട്ടുള്ള ബന്ധം അനിവാര്യമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവൻ ആ രീതിയിലോട് വളച്ചെടുക്കാണ് ഇത്. നോക്കി നിങ്ങൾ, അങ്ങനെയാണ്. ഇനിയും പിന്നെ കുറെ പറയുന്നുണ്ട്, ഞാൻ കുറച്ചും കൂടി കേൾക്കാം. അതുപോലെ തന്നെ ഒരു കിതാബിന്റെ ഉദ്ധരണിയൊക്കെ വായിക്കുന്നുണ്ട്. അതൊക്കെ വായിച്ചിട്ട് പറയാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതും തന്നെ പറയുന്നത് അതാണ് സമസ്തയുടെ പാരമ്പര്യം, അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമുൽ ഖുശൈരി തങ്ങൾ, അവിടുത്തെ 1000 കൊല്ലം പഴക്കമുള്ള കിതാബാണ് അർ-റിസാലത്തുൽ ഖുശൈരിയ. അതിൽ മഹാൻ പറഞ്ഞില്ലേ, വലം യകുൻ അസ്റും മിനൽ അസ്വാർ في مدة الإسلام إلا وفيه شيخ من شيوخ هذه الطائفة ممن له علوم التوحيد وإمامة القوم إلا وأئمة ذلك الوقت من العلماء استسلموا لذلك الشيخ وتبانعوا له وتبركوا به ولولا مزية وخصوصية لهم وإلا كان الأمر بالعكس. റിസാലത്തുൽ ഖുശൈരിയ നമ്മുടെ കോളേജുകളിലൊക്കെ ദർശനം നടത്തുന്നതാണ്. ആ ദർശനം കൊണ്ട് പ്രത്യേക കാര്യമൊന്നും ഉണ്ടാവില്ല. ഞാനത് പിന്നീട് ഷെയ്ഖുനയിൽ നിന്ന് ഓതിയിട്ടുണ്ട്. നോക്കാണ് നിങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം, ഇതൊക്കെ നമ്മളെ പിന്നെ കോളേജുകളിൽ ദർശനം നടത്തുന്ന കിതാബുകളാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അതിന് കാരണം പറയണം, ഓന്റെ കോമാടന്റെ അടുത്ത് ഓനത് ഓതിക്കും തരേ. അപ്പൊ കോമാടതൊന്നും അംഗീകരിക്കുന്നില്ല. ഓന്റെ രീതിയിൽ എന്തൊക്കെയാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഇപ്പം പറഞ്ഞത്. 2013 വരെയുള്ളതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തത് മുമ്പ് പറഞ്ഞില്ലേ. പിന്നെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോടും. പുതിയത് കോമാടൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അതിങ്ങനെ വന്ന് പറയുന്നു. ഇതിലപ്പുറം ഇതിനൊന്നുമില്ല ഇതിന്റെ തലയിൽ. അതാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പൊ മുഴുവൻ. ഇത് മാത്രമല്ല, ഇവൻ കുറച്ചും കൂടി പറയുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ കേൾപ്പിക്കട്ടോ. കൂടുതൽ കേൾപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദിവസങ്ങൾ വേണ്ടി വരും. എന്റെ ഒരു ചെറിയ കുറഞ്ഞ നേരത്തെ തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ടെങ്കിൽ. അതിൽ നിങ്ങൾ കണ്ടില്ലേ പറഞ്ഞത്, വലം യകുൻ അസ്റും മിനൽ അസ്വാർ. ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രത്യക്ഷത്തിലുള്ള കിതാബ് പഠിച്ച ഏതെല്ലാം പണ്ഡിതന്മാർ ഏതെല്ലാം കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം അക്കാലത്തെ മശായിഖന്മാരെ സമീപത്ത് വരിക മാത്രമല്ല, ഇസ്തസ്ലമൂ ലിദാലിക ശൈഖി,
ആ ശൈഖിന്റെ മുന്നിൽ സർവവും സമർപ്പിച്ചിട്ടല്ലാതെ കഴിഞ്ഞു പോയിട്ടില്ല. വതബറകൂ ബിഹി വതവാലഉ ലഹു. ആ ശൈഖിന്റെ മുന്നിൽ വിനയത്തോടെ ഇരുന്നിട്ടല്ലാതെ കാലം കഴിഞ്ഞു പോയിട്ടില്ല. അവരെ കൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ടല്ലാതെ. മനസ്സിലായില്ലേ അവർക്ക് തന്നെയാണ് പ്രത്യേകത എന്ന്? അവർക്കല്ല പ്രത്യേകത എങ്കിൽ ആ മശായിഖുമാർ ഇങ്ങോട്ട് വന്ന് ഈ പണ്ഡിതന്മാരെ വണങ്ങേണ്ടിയിരുന്നു. അതുണ്ടായിട്ടില്ല. ഇമാം അബ്ദുൽ വഹാബ് ശഅ്റാനി തങ്ങൾ ഈ വാക്ക് തബഖാത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇമാമിങ്ങളും പിൽക്കാലത്ത് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നത്തെ പണ്ഡിതന്മാര് അന്നത്തെ മഹാന്മാരായിരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിരുന്നു എന്നുള്ള കാര്യമാണ് ഈ പറയുന്നത്. അവിടുത്തെ അനുഗ്രഹം വാങ്ങിയിരുന്നു എന്നുള്ളത്. അത് എന്തിനാണ് പറയുന്നത് അറിയുന്നത്? കിതാബ് അറിയുന്നെന്ന് വലിയ വലിയ പ്രമുഖ പണ്ഡിതന്മാരുണ്ട്. ഇവരെന്ത് വേണം? ഇവന്റെ കോമാടന്റെ അടുത്തേക്ക് പോകണം. ആ കോമാടൻ പറയുന്നത് അംഗീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ വച്ചുപിടിച്ചു കൊണ്ടുവരുന്നത്. അപ്പോ ഈ കോമാടൻ വലിയ ഷെയ്ഖാണ് എന്നുള്ള നിലക്ക് തന്നെ ഒരുപാട് ഉസ്താദുമാരും ഇയാളടുത്ത് പോയിട്ടുണ്ട് മുമ്പ്, നമുക്കറിയാലോ. എന്നിട്ട് എന്തിയെ ഇവൻ കള്ളനാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉസ്താദ്മാർ മാറിക്കാൻ പറഞ്ഞ ആൾക്കാരോട് കള്ളനാണ് തിരിച്ചറിഞ്ഞു. പിന്നെ അത് നേരിട്ട് നമ്മൾ കാണാൻ, സാധാരണക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് പഠിച്ചവൻ തന്നെ നമ്മളെ കണ്ണിന്റെ മുന്നിൽ വരുന്നത് കാണിച്ചു തന്നില്ലേ? അതിന്റെ ഭാഗമായിട്ടല്ല ചെങ്ങായി ഗ്ലോബൽ വില്ലേജിൽ വരെ പെട്ടു. ഇവന്റെ തനി നിറം പുറത്തെറിഞ്ഞു. ആരോ വീഡിയോ എടുത്ത് വിട്ടു. അപ്പൊ ആ വീഡിയോ എടുത്ത് ചെങ്ങായിനോട് ആ ചെങ്ങായിനെ അവര് ജയിലിൽ പൊടിപ്പിച്ചു. അതൊക്കെ ഉണ്ടായത്. പിന്നീട് ഇവന്റെ കോമാടനെതിരെ വരുന്ന ആൾക്കാർക്കെതിരെ ഇവര് പത്രസമ്മേളനം വിളിച്ചു നോക്കി. ഞങ്ങളെ നേതാവിന് അങ്ങനെ പറയുന്നു, ഞങ്ങൾ എങ്ങനെ പറയുന്നു വെച്ചിട്ട് ഒരുപാട് പേര് കരഞ്ഞു നോക്കി പലയിടത്തും. എന്നിട്ട് ആരെങ്കിലും മെയിൻ ചെയ്തവരെ? ഒരാളും മെയിൻ ചെയ്തില്ല. ഇത് മാത്രമല്ല, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മഹാന്മാര് ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇത്തരം സൂഫിയാക്കളുമായിട്ടുള്ള. അതും കേൾപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഓന് കൊണ്ടുവരുന്നത് എവിടേക്കാണ്? ഇവന്റെ കോമാടന്റെ അടുത്തേക്ക് ഇന്നത്തെ പണ്ഡിതന്മാർ വരണം എന്നുള്ളതാണ്. ഞാൻ അതും കൂടി കേൾപ്പിക്കാം. കുറെ കേൾപ്പിക്കാണ്ട് കേട്ടോ. പക്ഷെ ഒക്കെപ്പാടെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ കേൾപ്പിക്കാണ്. അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗത്തിൽ വിവാദമായിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് തങ്ങളെങ്ങനെ ന്യായീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിൽ 2 ലക്ഷ്യമുണ്ട്. ഒന്നിതാണ്, മറ്റൊന്ന് ഇവിടുത്തെ ലീഗുകാരെ എങ്ങനെയെങ്കിലും സോപ്പിട്ടിട്ട് ഇവനിങ്ങനെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവനെ കുറിച്ച് എല്ലാവർക്കും തിരിച്ചറിഞ്ഞു, ഇവൻ ആരാണ് എന്താണെന്നൊക്കെ. ഇവൻ ഇവിടുത്തെ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ പൊട്ടിക്കുക എന്നുള്ളതാണ് ഈ വട്ടൂരി നൗഷാദിന്റെ ഒരു പ്രധാന ലക്ഷ്യം. കാരണം എങ്കിലല്ലേ ഇവിടെ അറിവില്ലാത്ത ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പോൾ ഓൻ അതാണ് BJP നേതാവിനോട് വരെ പറഞ്ഞത്. ഞാൻ മുമ്പ് വീഡിയോയിൽ അത് കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു ജനത, അങ്ങനെയാണ് ഇവിടെ സൂഫിയാക്കൾ വഴിയാണ് ഇവിടെ ദീനുണ്ടായിട്ടുള്ളത് എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ മതം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് അദ്ദേഹത്തോട് പറയുന്നു. അപ്പൊ ഇനി BJP ആ രീതിയിൽ തീരുമാനം എടുത്താൽ എന്തായിരിക്കും കഥ? ഇവിടുത്തെ സ്ഥാപനങ്ങൾ മൊത്തം പൂട്ടേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് പണിയെടുത്ത ഒരു വൃത്തികെട്ടവനാണ് ഈ നൗഷാദ്. അപ്പൊ ഇവനെ തിരിച്ചറിയേണ്ട ഒരു തിരിച്ചറിയാം. അതേ നമുക്ക് പറയാനുള്ളൂ. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗത്തിന്റെ ഭാഗം കൂടി കേൾപ്പിക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടോക്കാം. പണ്ഡിതശേഷനായിരുന്ന ഇമാം അബൂ ഹനീഫ ആത്മീയ വിശുദ്ധിയിൽ ജീവിതത്തെ നിർവചിച്ച ഇബ്രാഹിം അതുമായി വളരെയേറെ ബഹുമാനത്തോടെയുള്ള ഒരു സ്നേഹബന്ധമാണ് അവര് കാത്തു സൂക്ഷിച്ചിരുന്നത്. അപ്പൊ ഇൽമും ഇത് നമ്മൾ എഴുതി പഠിക്കേണ്ട സംഭവങ്ങളാണ് സയ്യിദ് അവർകൾ പറഞ്ഞത്. ഇമാം അബൂ ഹനീഫ തങ്ങൾ ആരാ? ഇമാം അബൂ ഹനീഫ തങ്ങളുടെ മക്കളാണ് ഫിഖ്ഹിൽ എല്ലാവരും. 4 ഇമാമിയങ്ങളിൽ 1-ാം സ്ഥാനല്ലേ അബൂ ഹനീഫ ഇമാമുൽ അഅ്ലം. ആ കാലത്തുള്ള സൂഫി മശായിഖുമാരുമായി ബന്ധം അതിൽ ഒന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം. അവര് കിതാബ് ഓതി പഠിച്ച വലിയ ആലിമല്ല, തസവ്വുഫിന്റെ വഴിയിലൂടെ നീങ്ങിയ മഹാനാണ്. അവരുമായി ആര് ബന്ധപ്പെടുന്നു? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ ബന്ധം അവിടെ തീർന്നില്ല. ആ കാലത്തെ മശായിഖുമാരിൽ പ്രധാനിയായിരുന്നു. അപ്പോ ഇവൻ പറഞ്ഞു വരുന്ന ലാസ്റ്റ് എന്താ അറിയോ? ഇവന്റെ കോമാടൻ അബ്ദുള്ള കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കണപ്പത്. അപ്പോ എന്നിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യണം? മറ്റുള്ളവർ ബന്ധപ്പെടണം. അപ്പൊ മുന്നേ മഹാന്മാരുടെ ചരിത്രം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവര് മഹാന്മാരാണ് എന്നുള്ളത് അന്നത്തെ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പണ്ഡിതന്മാർ ഇവനെ കള്ളനാണെന്നാണ് തിരിച്ചറിയുന്നത്. അതാണ് ഈ രണ്ടും തമ്മിലുള്ള ഒരു മാറ്റം. ഇനി പാണക്കാട് തങ്ങന്മാരെങ്ങനെ ഒലിപ്പിച്ചത് ഇങ്ങനെ കേട്ടാക്കരുത്. എന്താന്നറിയ, ഇത്ര നല്ല ആളില്ല. ഇവൻ ഒരിക്കൽ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരു തങ്ങള് മുജാഹിദിന്റെ ഒരു പള്ളി ഉദ്ഘാടനത്തിലോ എന്തൊരു പള്ളി മഹല്ല് ഉദ്ഘാടനത്തിനോ എന്തോ പോയപ്പോ ഇപ്പം പ്രസംഗിച്ചതുണ്ട്. ഞാനൊന്ന് കേൾപ്പിച്ചുതരാം. എനിക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ സത്യത്തിൽ ഞങ്ങൾ ഒറ്റക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരായിരുന്നു? മഹാനായ PMS പൂക്കോയ തങ്ങൾ. വലിയ വിലായത്തിന്റെ ഉടമസ്ഥരായ വലിയ മഹാൻ മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം വരെ അവരുടെ കറാമത്തായി ഉണ്ട്. അവരെ പേരക്കുട്ടികൾ ഒരു മുജാഹിദിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനവും അതേ സമസ്തയും ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായതെന്ന് മഹാനരായ സയ്യിദ് അവറുകളെ നിങ്ങൾ പറഞ്ഞത് ഏറ്റവും വലിയ അബദ്ധമാണ്. പാമ്പും കീരിയും ഒന്നിച്ചിരുന്ന അബദ്ധമാണ്. പാണക്കാട് തങ്ങൾ
കാരണം KNM എന്ന് പറഞ്ഞ സാധനം കേരള നദുവത്തുൽ മുജാഹിദീൻ, അത് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനാണ് സമസ്തയുണ്ടാക്കിയത് കേട്ടോ. ആ പ്രതിരോധിക്കാനുണ്ടാക്കിയ സമസ്തയും മുജാഹിദും ഒന്നിച്ചു നിന്നത് കൊണ്ടാണ് ഇവിടെ പുരോഗമനം ഉണ്ടായതെന്ന് മുജാഹിദ് സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച എന്റെ മഹാനരായ സയ്യിദവറുകളെ, നിങ്ങൾ ആരാണ് ഇത് പറഞ്ഞു പറ്റിച്ചത്? ഏത് രാഷ്ട്രീയക്കാരാ പറഞ്ഞു പറ്റിച്ചത്? ഏത് രാഷ്ട്രീയക്കാരാണ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത് എന്നാണ് ചോദിക്കുന്നത് തങ്ങളോട്. ഞാൻ അതൊന്നല്ല കാര്യം പറയുന്നത്. നിങ്ങൾ പോയതിന്റെ ശേഷം നിങ്ങൾക്ക് കണക്കിനവർ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ തങ്ങളെ. ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. നിങ്ങൾ പോയത് നിങ്ങൾ ഒന്നാന്തരം ശത്രുവിന്റെ നടുവിലേക്കായി പോയി. എന്നിട്ട് അവിടെ പോയി പറഞ്ഞതോ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പൊട്ടത്തരമായി പോയി. ഈ ഉമ്മത്ത് വിഷമിക്കുകയാണ്, ഈ ലോകത്ത് ഭൂകമ്പം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പേടിക്കുകയാണ്. ഇവിടെ സംഭവിച്ചത് KNM വന്നപ്പോ പ്രതിരോധിക്കാനുണ്ടാക്കിയ സമസ്ത അത് രണ്ടും ഒന്നിച്ചു നീങ്ങിയെന്ന് സയ്യിദവറുകളെ നിങ്ങൾ മാപ്പ് പറഞ്ഞാലല്ലാതെ ഞങ്ങളെ വിഷമം തീരുന്നില്ല. പാണക്കാട് സയ്യിദന്മാരോട് മാപ്പ് പറയാനാണ് പറയുന്നത് നൗഷാദ്. നോക്കണം നിങ്ങള്, ഓനാണ് ഇപ്പൊ ഈ പാണക്കാട് സ്നേഹം ഒലിപ്പിച്ചു കണ്ട് ഇങ്ങനെ പറഞ്ഞ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ എന്തോ പറഞ്ഞത് EK ഉസ്താദിന്റെ മദത്, EK ഉസ്താദിന്റെ നോട്ടം ഒക്കെ ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരാളെ പ്രസംഗം മാത്രം, ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം മാത്രം അതിന് തെളിവായിട്ട് ആകുള്ളത് ഓനിക്ക്. കാരണം ഓനക്കറിയാം മറ്റുള്ള എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും എന്നുള്ളത്. കാരണം ഈ കുരുവട്ടൂരികൾക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഒറ്റൊന്നും അതിൽ പെട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് EK വിഭാഗം സമ്മേളനം ഈ കള്ളത്തൊരിക്കത്തുകാരെ സൂക്ഷിക്കണമെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്, പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോ ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ പ്രസംഗം എടുത്തിട്ട് ഈ രീതിയിൽ ബന്ധന്റെ ശൈലി ഉണ്ട്, കോട്ടിമാറ്റല്. ആദ്യം കോട്ടിമാറ്റാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. അപ്പൊ തൽക്കാലം ഇപ്പൊ ഞാൻ നിർത്തട്ടെ.